ഏത് മൈക്ക് ഓണാണോ? ഞാൻ ഈ മുട്ടയൊന്നും പൊട്ടിക്കത്തില്ല, വീട്ടിടാം. ആ കുഞ്ഞെ ഞാൻ ഒരു വക തിന്നിട്ടില്ല. അതിനെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ചുമ്മാ ഒരു കളി കളിക്കാനില്ല. പോവാം, സ്റ്റാർട്ട് ചെയ്യാം. പ്രസവിക്കാതെ അങ്ങോട്ട്. ഓക്കേ. കേൾക്കുന്നുണ്ടോ? ലൈഫ് ഇല്ലായിരുന്നു, മനസ്സിലാവേ.
ഓ M4-ന്റെ ഈ ലൂട്ട് ക്രേറ്റ് കാരണം എനിക്ക് കാണാൻ പറ്റില്ല. ഓ ഞാൻ പറഞ്ഞില്ലേ എന്റെ മിസ്റ്റേക്ക്. ടാറ്റിക്സ് ഓ നീ ഇല്ലെന്ന് എനിക്ക് നന്ന രീതിയിൽ അറിയാം. ആ ബുള്ളറ്റ് രജിസ്റ്റർ ആയില്ല. വണ്ണ ചൈപ്പ് ഞാൻ കേറി വന്ന ആറായിട്ട് പറഞ്ഞു. കേറി വന്ന ഞാൻ ആറാ തരുമെന്ന് ഞാൻ പറഞ്ഞ. എന്താണ് ഇവിടെ ദീപാവലിയോ? എന്റെ ദൈവമേ, കണക്ഷൻ കിട്ടി തുടങ്ങി. അവര് ചെറുക്കന് കണക്ഷൻ കിട്ടി തുടങ്ങി. പിന്നെ അതൊക്കെ നീ അവനത് നീതാവുന്ന അവിടെ ഇരുന്നു.
കേറി വന്ന് അടിച്ചു കഴിഞ്ഞാൽ ഓ ഉമ്പി 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 എന്ത് പടയത് അവൻ കണ്ടില്ലാവുന്നുണ്ട് അവിടെ ഇരുന്നത് എടാ റീലോഡ് ആ അത്യാവശ്യം നല്ല കണക്ഷൻ ഉണ്ട് നിനക്ക് തീരം വരും കംബാക്ക് സാധ്യമാണോ കംബാക്ക് സാധ്യമാണ് സുഹൃത്തുക്കളെ എനിക്ക് എന്റെ ലൈവ് ഒന്ന് കാണാം പറഞ്ഞാടാ മിഡിൽ ഈസ്റ്റ് എനിക്ക് പറ്റത്തില്ല ഞാൻ ആദ്യം പറഞ്ഞു കൊല്ലിയ മിന്നൽ അവിടെ വരെ വന്നിട്ട് ഓടിയത് ഓ എടാ എന്റെ ദൈവമേ ഞാൻ വീണെന്ന് പറഞ്ഞ് തിരിച്ചോടിയതാ അത്
Yes. Yeah. ഹെഡ് കൊണ്ട് വീണിരിക്കുക, പൊഴുത്തിരിക്കുക അവിടെ. ഇനി കുറച്ച് സീരിയസ് ആയിട്ട് ഞാൻ കളിക്കട്ടെ, ഫുഡ് മാറ്റി വെക്കട്ടെ. നിന്റെ MS എങ്ങാണ്ടാണ് സാമാനം അവിടെ സ്റ്റക്ക് ആയത്. ലൈഫ് ഇല്ലായിരുന്നു, പകുതി താഴെയായിരുന്നു. You wanna peek? Oh. എങ്ങനെ അതൊക്കെ ഹെഡ് കേറി? ആദ്യം എയിം ചെയ്തത് അപ്പുറത്തായി. ഇനി ഞാൻ വരാം. അതിന് നീ സ്റ്റക്ക് ആവുന്ന അവിടെ ഓമ്പി. കൊഴുത്തിരിക്കണേ. ഞാൻ ഇല്ലായിരുന്നത് 0 വെച്ച്. ഞാൻ ഗോസ്പീക്ക് ചെയ്യട്ടെ അവിടെ. എടാ നോക്കിടാ, അതൊക്കെ എന്ത് മൈര, അതൊക്കെ ഓൾറെഡി 2 ഹെഡ് കേറി നിന്നിട്ട് ഡാമേജും കൊടുത്തിട്ടും അവന്. എടേ ഇതൊക്കെ എന്തരടി?
അത് ഇല്ല എന്ന് എനിക്കും അറിയാം, നിനക്കും അറിയാം. മയിര ഒറ്റയടിക്ക് 0 വെച്ചാ മതി. ഞാൻ പ്രതീക്ഷയില്ല മയിര്. ഒന്നാമത്തെ കാര്യം എനിക്ക് മറ്റേ ജിഗിള് വാവ്, അത് എന്ത് കേറില്ല, അത് കേറി. അതെ, എന്തരാ വീഴാഞ്ഞ്? ഒന്ന് ഹീലായി കഴിഞ്ഞാൽ ഞാൻ നിന്റെ ചുക്കാ. എടാ ഞാൻ ഇറങ്ങി അടിച്ചു, പക്ഷെ അത് ഇത് വന്നില്ല, ഏം വരുന്നില്ല. എടാ രജിസ്റ്റർ ആവുന്നില്ലടിയാ. എടാ മയിര, ഇതെന്ത് പാർട്ടി? അവര് ലൈഫില്ലാതെ കയറി ഓടി. ഇരുന്ന് കാണണം കേട്ടോ ഫ്രീ ആകുമ്പോ. നീ സ്റ്റാർ അടിച്ച് കളിക്കുക, ഞാൻ പോയിട്ട് ഫുഡൊക്കെ കഴിക്കട്ടെ. എടാ എനിക്കറിയാം എന്തൊരു സംഭവം. നീ ഒരു കാര്യം ചെയ്യും, നീ ലൈവ് ഓഫ് ചെയ്യും. ഒന്നാ പറ്റത്തിലടാ, മിഡിൽ ഈസ്റ്റ് പറ്റത്തില്ല നിനക്ക്. ഒന്നാമത്തെ കാര്യം, നിനക്ക് എന്റെ കൂട്ട് നീ ലൈവ് ഓഫ് ചെയ്യും. ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം, ലൈവ് ഓഫ് ചെയ്യും. ഞാൻ പിന്നെ പറഞ്ഞുതരാം, അവരുടെ സീക്രട്ടാണ്. നീ അത് ചെയ്യാത്തത് കൊണ്ടാണ് ആ സാധനം. നിനക്കത് ചെയ്യാത്തത് കൊണ്ട് നീ അങ്ങനെ വരുന്നത്. നീ എന്നെ നോക്കിയത് എനിക്ക് എപ്പോസ് ഉള്ള സമയത്തൊന്നും ഞാൻ നിന്നെ അടിക്കാൻ പുഷ് ചെയ്ത് വരാറില്ല. ഞാൻ പീക്ക് ചെയ്ത് തന്നെ ഇരിക്കാറ് കൂടുതലും. പക്ഷെ എന്റെ ഗുണം നിന്റെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പീക്ക് ചെയ്ത് സ്കോപ്പ് ഓപ്പൺ ആക്കുന്നത് ഡയറക്റ്റ് ഹെഡിലോട്ട് എനിമിയുടെ ദേഹത്തോട്ടൊക്കെയാണ്. നീ സ്കോപ്പ് ഓപ്പൺ ആക്കി അത് പിടിച്ച് എയിമ് പിടിച്ചു വരുമ്പോഴത്തേന് നിനക്ക് അടി കിട്ടി തുടങ്ങും. ഓക്കെ, അങ്ങനെയല്ലേ മാപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റി. മാപ്പില്ല എൻ്റെ കയ്യിൽ. അറിയത്തില്ല. അത് ഇവിടെ ദുബായിലൊന്നും കിട്ടത്തില്ല. വാട്സപ്പ് ഇല്ല, ഇൻസ്റ്റ. ഞാൻ ഒന്ന് ഫുഡ്, നീ ഒന്നും ഫുഡ് എടുക്കാൻ സമ്മതിക്കത്തില്ല. മര്യാദ കളി കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങിപ്പോയി. ഉള്ള കാര്യം ഞാൻ എപ്പോഴാ പറഞ്ഞേക്കാം. ചുമ്മാ വിശക്കുന്നടാ. ഇന്നലെ രാവിലെ എന്താണ് ഞാൻ കഴിച്ചാണ്. മുട്ട ഒന്നുമില്ല, ഞാനത് ഫുഡായിട്ട് കഴിച്ചിട്ട് കിടക്കാന്ന് വിചാരിച്ചു.
MBA ആ മതി കേൾക്കുന്നുണ്ടോ? എടാ എന്തിനാ നീ വീഴാൻ അവിടെ 3 അടി അടിച്ചിട്ട്? അയ്യോ സർവേ ഒന്നുമില്ല. HH ഇരിക്കണായിരുന്നു ഞാനിത് 1H സത്യം. എടാ ഇതെന്താ ഒരുമാതിരി അടിക്കുന്ന പോലെ ഇത്. എടാ അത് അവൻ കൊണ്ടുപോയേ. എന്തിനാ അടിക്കുന്ന രജിസ്റ്റർ വേണ്ടിട്ട് എനിക്ക് മറ്റേ സ്റ്റക്കായിട്ട് നിൽക്കുന്ന പോലെ തോന്നുന്നു. എടാ ഇതെന്താ സംഭവം അറിയാവോ? സ്ക്രീൻ ഗാർഡ് ഇല്ല എന്റെ ഇല്ല, അതാണ് എനിക്ക് ജിഗിൾ ചെയ്യാൻ പറ്റാത്തത്. എന്താ വെച്ചാൽ സ്ക്രീൻ ഗാർഡ് ഇല്ലാതെ കളിക്കല്ലേ. എനിക്ക് അറിയായിരുന്നത്. എടാ ഇവനെ എന്റെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നീ എവിടുന്നോ ചാടി വന്നെ അടി. എടാ എനിക്ക് ചാടാൻ പറ്റുന്നില്ല. ഞാൻ നിന്നെ അടിച്ച് 2 അടി നിന്നെ അടിച്ചു, പക്ഷെ നീ വീഴുന്നില്ല. എടാ എന്തോടെ ഇത് എവിടെ എടാ എന്റെ അളിയ ഇതിന്റെ മയില്. ഞാൻ എയിം വെക്കുന്നത് വേറെ അടിക്കുന്നതും വേറെ. സ്പീക്കർ കൈകൾ വെച്ചിട്ടെന്തിനാ ശ്വാസം. എന്റെ അളിയ എന്റെ മിഡിൽ ഈസ്റ്റ് അമൈരേ. ആ ഓക്കെ അഹങ്കാരേ അത് അഹങ്കാരത്തിനുള്ളതായിരുന്നു. ഇപ്പൊ തരാൻ പോകുന്നു ഇനിവേ എന്തില്ലേ. മൈരം എവിടെ എന്തത്
ഇവനൊക്കെ അടിക്കുന്നുണ്ട്. വരുന്നതിന് മുന്നേ അടി വരുന്നുണ്ട്. യാർ എന്തൊരു മൈരാണ്. എടാ എന്തിനാ അവന് ഹിറ്റ് വീണിട്ടാകുമ്പോ എന്റെ ആളിയ മൈര ഞാൻ ഇറങ്ങി പോണേണ്. മൈര ദേഷ്യം വരും എനിക്ക്. ഇവിടെ എന്തോ ഒരു അട്ടിയാണെന്ന് നോക്കും മയിര്. എടാ നോക്കടാ മയിരാട്ടി രജിസ്റ്റർ പോലും ആവുന്നു. എന്റെ ദൈവമേ എന്തൊരു മയില്. എടാ നോക്ക് ഓൾറെഡി ഒരടി കൊടുത്തവൻ എന്നിട്ടും അവൻ വീഴാതെ നിക്കുന്നുണ്ട്. എടാ എനിക്ക് സ്ക്രീൻ ഗാർഡ് ഇല്ലാതെ കളിക്കുമ്പോ എന്തോ പോലെ മയിലാണ്. ചോക്കാണ് കിടന്ന് ഷോട്ട് കണ്ടിട്ട് ഇത്. എടാ ഇവ ഒട്ട് കയറി കളിക്കത്തും ഇല്ല. ഇപ്പൊ എന്നെ അടിക്കാൻ സമ്മതിപ്പിക്കത്തും ഇല്ല. ചാർവേടാ ഒരു മിനിറ്റ് നീ അവിടെ നിക്കണേ. ഒരു മിനിറ്റ് നിന്നില്ലേ. നീ ഇറങ്ങി വന്നേ മൈ. നീ ഒന്ന് ഇറങ്ങി വന്നേ. നീ ഇറങ്ങി വായ്. കണക്ഷൻ നോക്കട്ടെ. നീ മറ്റേ ഇറങ്ങി മറ്റേ ഇവിടോട്ടോ നീ അവൻ്റെ അടുത്ത് പോവാ. എന്നിട്ട് മതിലിനകത്തോട് അടിച്ചിട്ട് ഇന്ന് നിന്നെ നോയിക്കോണേ. വീഴ നിന്നെ ഇന്ന് ഇവിടെ ഇറക്കത്തില്ല. പണ്ടച്ച ഓടി വന്ന കില്ല് കിട്ടും എന്ന് പറഞ്ഞ ഓടി ഇങ്ങ് വരണം കേട്ടോ. എന്ന് പറഞ്ഞ ഓടി ഇങ്ങ് വരണം എന്നും പറഞ്ഞു. നീ ആ ചെറുക്കിന് ഞാൻ ഫൈറ്റ് എടുത്തോണ്ടിരിക്കുന്ന ഏടെ കയറിയിട്ട് നീ അടിച്ചെടുത്ത് അങ്ങോട്ട് വാ. അതിപ്പോ നീ ചാവാൻ. ഓ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നത്. ഇപ്പൊ നീ ചാവില്ല. ഞാൻ പറഞ്ഞു ഇപ്പൊ ചാവുന്നത്. ചാർവിടെ ഇനി കയറി കളിച്ചേ. അവന്റെ അങ്ങ്
അവൻ അവിടെ ഇരുന്ന് കൊറേ അടിച്ചടിച്ചവൻ ഇരിക്കണേ അവനങ്ങ്. ഇവ ആദ്യം കേറി കളിക്കട്ടെ. ഇവ കേറി കളിച്ചിട്ട് ഞാൻ കളിക്കുന്നുള്ളൂ. ചത്ത നീ അത് അവ എന്നെ നോക്കിക്കൊണ്ടിരുന്നപ്പോ നീ ഒന്ന് ഇവരും ഞാനും ഫൈറ്റ് എടുക്കുന്നില്ല. അതാണ് സംഭവം. വണ്ണത്ത് ഓ ഇതായിപ്പോയി. നീ സ്ക്രീൻ ഗാർഡ് ഇല്ലാതെ ഇരിക്കുന്നോണ്ട് ഒരു സുമാരില്ല അങ്ങോട്ട്. ഈഗോ ഉണർത്തിയവനെ. ഈഗോ ബ്ലഡി ഫുൾ. എന്റെ മിഡിൽ ഈസ്റ്റ് പോലും എന്റെ. പക്ഷെ ഒരു കാര്യം ഉണ്ട് കേട്ടാ, നല്ല രീതി ചോക്കാൻ 12 Pro സ്ക്രീൻ ഗാർഡ് 16 Proയ്ക്ക് ചേർത്തില്ല എന്നാണ് എൻ്റെ ഒരു സ്ഥിരമായ വിശ്വാസം. സാങ്കേതികപരമായി ഒപ്പിക്കും 12 Pro 16 Proയ്ക്ക് ചേരുമോ? ചേരുമോ? എന്റെ 16 Pro പക്ഷെ എന്റെ 16 Pro സ്ക്രീൻ ഗാർഡ് ഇല്ല. ഞാൻ ഓർഡർ ചെയ്തേക്കുന്നേ ഉള്ളൂ. 2 ദിവസമല്ല, നല്ല സമയം എടുക്കും. 16-ാം തീയതി എന്ത് വരുത്തുള്ളൂ. ഇത് സ്വല്പ വ്യത്യാസമുണ്ട്, പക്ഷെ ഇരിക്കുന്നത് നല്ലതാണ്. എന്റെ ഇപ്പൊ ഭയങ്കരമായിട്ട് ഫോൺ താഴെ വീഴുന്നുണ്ട്. അത് എന്തിന്റെ കേടാന്ന് എനിക്കറിയത്തില്ല, പക്ഷെ എന്റെ നല്ല ഫോൺ താഴെ വീഴുന്നുണ്ട്. ഒന്നാമത് അപ്പുറത്തെ കടയിൽ ഞാൻ ലോട്ടറി ട്രേഡ് അവിടെ ഫോൺ വെച്ചോ പിന്നെ താഴെ വീഴും. എത്ര സ്ക്രീൻ കട തരുന്നത്? ഇപ്പൊ ഞാൻ നാട്ടിൽ പോയിട്ട് വന്നതിന് ശേഷം മാറ്റി 6 സ്ക്രീൻ കടത്തോ മാറ്റിയിട്ടുണ്ട്. നോക്കണം. കാരണം സ്റ്റാർബോയിടാ നിനക്ക് ഞാൻ ഇന്റർനായിട്ട് ഇരിക്കണായിരുന്നു ആക്ച്വലി. ടൈം കിട്ടിയില്ല. എന്ത് ഞാൻ സംസാരിക്കാനായിട്ട് നീ സ്റ്റേഡിയം കളിക്കുന്ന സമയത്ത് ഹോൾഡ് ചെയ്ത് കളിക്കുന്നത് നല്ലതാണ്. പക്ഷെ ഞാൻ പറഞ്ഞിട്ടില്ല, പണ്ടേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എടാ 15-20 സെക്കൻഡിൽ കൂടുതലൊന്നും നമുക്കൊരു പൊസിഷൻ ഹോൾഡ് ചെയ്യാൻ പാടില്ല. പിന്നെ വൺസ് ബേസിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് ബേസ് ചെയ്യാൻ പിന്നെ കയറാൻ പാടില്ല. അതുകൊണ്ട് തന്നെ മാറുമ്പോൾ തന്നെ ടാപ്പ് കൊടുത്തോണ്ടേ മാറാൻ പാടുള്ളൂ. അപ്പൊ എനിമി ടാപ്പ് ചെയ്യാതെ പോകണമെന്നുണ്ട് നിനക്ക് അപ്പൊ തന്നെ ഇറങ്ങി വന്നിട്ട് പറയാം, കളി തീരുമ്പോൾ പറയാം, ഇതുപോലെ എനിക്ക് ടാപ്പ് വന്നില്ല, ഇന്ന ടൈം എനിക്ക് ടാപ്പ് തരാതാണ് അവൻ കയറി വന്നത്, അപ്പൊ അത് -1 ആണ്, കയറി പറയാം. അപ്പം അങ്ങനെ എനിക്കൊരു ഇതുണ്ട്. പിന്നെ അതുപോലെ തന്നെ M4ന്റെ അറ്റാച്ച്മെന്റ് നോർമലി നീ ലേസർ, പിന്നെ മറ്റേ ബാരല്, എക്സ്റ്റൻഡ്, നോർമൽ സ്റ്റോക്ക്, പിന്നെ ഏതെങ്കിലും ഒരു സ്കോപ്പ്, പിന്നെ മറ്റേത് നിനക്ക് ഇത് സ്കോപ്പ് ഏതെങ്കിലും ഒരു കണ്ട് നീ എടുക്കുക, റെഡ് ഡോട്ട് പിസ്റ്റൾ ഏതെങ്കിലും എടുക്കുക, അതിന് റെഡ് ഡോട്ട്. ഇതാണ് നോർമൽ TDMന്റെ അറ്റാച്ച്മെന്റ് വരുന്നത്. ഇതിൽ കൂടുതൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നീ വൺസ് ഒരു വീക്ക് കൂടെ കഴിയുമ്പോഴത്തേന് നിനക്ക് ഞാൻ TDMന്റെ റൂം എടുത്തുതരാം. പ്രോപ്പർ ടൂർണമെന്റ് റൂംസ് ഞാൻ എടുത്തുതരാം, ബുക്ക് ചെയ്ത് തരാം.
ആൻഡ് പെയ്ഡ് സ്ലോട്ട്സ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പൊട്ടത്തരം അവിടെ ചെന്ന് കാണിക്കല്ലേ. പിന്നെ ഓൾറെഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അവന്മാരുടെ ഇടയിൽ ഒരു ഇതുണ്ട്. അപ്പം എന്റെ റെപ്രസെന്റേഷന് നീ ചെന്ന് കളിക്കുമ്പോൾ ആ ഒരു ഗെയിംസ് അവിടെ കീപ്പ് ചെയ്തിട്ട് വേണം വരാൻ. അയ്യോ പ്ലാൻ അതൊക്കെ റെപ്രസെന്റേഷൻ പ്രശ്നമാണ്. വരുന്നില്ല. അതൊന്നും പ്രശ്നമൊന്നും വരുത്തുന്നില്ല. എനിക്ക് നിന്നെ വിശ്വാസമുണ്ട്. നീ അത് കളിച്ചാൽ മതി. എന്നോട് ഓടിയും പറഞ്ഞ് വേറെ കുറെ പേര് ഇപ്പൊ എന്നോട് പറഞ്ഞു ഞാൻ ഒന്നും എടുത്തു കൊടുത്തില്ല. ലിയോട് ചോദിച്ചറിയാം, എന്റെ നല്ലൊരു കൂട്ടുകാരൻ എന്നോട് വന്ന് പറഞ്ഞു ഞാൻ എന്നിട്ട് പോലും എടുത്തു കൊടുക്കുന്നില്ല. കാരണം എനിക്ക് താല്പര്യമില്ല. പക്ഷെ നിനക്ക് ഞാൻ അന്നേ എടുത്തു തരണം എന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷെ അത് പിന്നെ എന്ന് വെച്ചാൽ നിന്റെ കളിയുടെ ഒരു ഇതുകൊണ്ടാണ് ഞാൻ പിന്നെ വിട്ടത്. ഡിവൈസിന്റെ ഒരു സീനൊക്കെ ഉണ്ടായിരുന്നുണ്ട്. ഇപ്പൊ നിനക്ക് ഡിവൈസിന്റെ സീനൊന്നും ഇല്ല. പിന്നെ നോർമലി നിനക്ക് ഒപ്പോണന്റ് ഒക്കെ ഐപാഡ് പ്ലേയേഴ്സ് ഒക്കെ വരും, നല്ല അടി അടിക്കും. അതുകൊണ്ട് തന്നെ പൊസിഷൻസ് ഹോൾഡ് ചെയ്ത് പുഷ് ചെയ്യാതെ അഗ്രസീവ് കാണിക്കാതെ മാക്സിമം നിന്റെ സ്ക്രീൻ റെക്കോർഡ് മൊത്തം ഞാൻ നോക്കിയ സമയത്ത് നിന്റെ എയിം ഹെഡിന് വരെ ഇത്തിരി താഴോട്ടാണ് ഇരിക്കുന്നത്. അതൊരു ഇത്തിരി പൊക്കി പിടിച്ച് പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. നീ ക്രൗച്ച് ചെയ്യുമ്പോൾ താന്നു പോകുന്നതാണ് എന്റെ ഒരു വിശ്വാസം. അത് കുറെ പ്രാക്ടീസ് ക്രൗച്ച് ചെയ്യുമ്പോൾ എയിം താഴുന്നുണ്ട്. അപ്പൊ അതൊന്ന്. പിന്നെ സ്ക്രീൻ ഷേക്ക് എന്ന് പറയുന്ന സാധനം അത് ചില ആംഗിളിൽ മാത്രമേ പറ്റത്തുള്ളൂ. അല്ലാത്തതെല്ലാം ഗെയിം സെൻസ് ആണ്. ഇപ്പൊ മണ്ടേ നടിച്ചു, ആ എനിമി കാണാതെ താഴെ ഇറങ്ങിയെന്ന് ഇപ്പുറത്തുനിന്ന് അടിച്ചു, അതൊക്കെ ഫെയർ പ്ലേ ആണ്. അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷെ അത് ഇത്ര സമയത്തിനുള്ളിൽ ചെയ്തിരിക്കണം. നീ ഇപ്പൊ റൈറ്റ് 2-3 തവണ പീക്ക് ചെയ്തു. അപ്പൊ എനിമി വിചാരിക്കും നീ ഇനി റൈറ്റ് ആണ് പീക്ക് ചെയ്യുന്നത്. അപ്പൊ നീ ലെഫ്റ്റ് പീക്ക് ചെയ്ത് അടിക്കും. അതൊക്കെ ഗെയിം സെൻസ് ആണ്. അത് നിനക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ കുറച്ച് ടൂർണമെന്റ്സ് കളിച്ചു വരുമ്പോൾ നിനക്ക് മനസ്സിലാവും. പിന്നെ ടൂർണമെന്റ്സ് കളിക്കുമ്പോൾ തന്നെ ചിലപ്പം നല്ല രീതിയിൽ തോക്കാൻ സാധ്യതയുണ്ട്. തോക്കുന്ന സമയത്ത് ഫ്രസ്ട്രേഷൻ തോന്നാതെ അതെന്താണ് തോറ്റത് എന്നുള്ളൊരു സാധനം നോക്കി വെച്ചേക്കുക. എന്നിട്ട് അടുത്ത ടൂർണമെന്റ് നിനക്ക് ഞാൻ ടൂർണമെന്റ് എടുത്തുതരാം. കാരണം ഇപ്പൊ നിനക്ക് എന്തൊരു ഒരു ടൈമാണ്. സോ നീ മാക്സിമം ഈ ടൈം യൂട്ടിലൈസ് ചെയ്തിട്ട് ടൂർണമെന്റ്സ് കളിക്കാൻ നോക്ക്. കാരണം വെറുതെ ചുമ്മാ റാൻഡം TDM കളിച്ചിട്ട് കാര്യമില്ല. ഒരു കാര്യമില്ല. ഞാൻ പണ്ട് കുറെ കളിച്ചതാണ്. ഒരു കോണ്ടാക്ട് കിട്ടുന്നിടം വരെ എനിക്ക് പണ്ട് കുറെ റാൻഡം ടൂർണമെന്റ് ഇതായിരുന്നു. ചുമ്മാ റാൻഡം ആയിട്ടുള്ളവന്മാരായിട്ട് പോയി കളിക്കും. ഒരു കാര്യമില്ല. ഒന്നെങ്കിൽ TDM കളിക്കുന്നവന്മാരുമായിട്ട് പോയി കളിച്ച് പ്രാക്ടീസ് ചെയ്യണം. അതല്ലാതെ റാൻഡം ആയിട്ട് ഈ കുറച്ച് നല്ല പ്ലേയേഴ്സ് വരും. ഇപ്പൊ നിനക്ക് അന്ന് ഇട്ടുന്നില്ല -3 എന്ന് പറഞ്ഞു വന്ന അവനോടുള്ള അങ്ങനെയുള്ളവരായിട്ട് വേണം കളിക്കാൻ. അവനൊക്കെ ടൂർണമെന്റ്സ് കളിക്കുന്നവൻ ഒരുത്തനായിരിക്കണം. അങ്ങനെ അവനൊക്കെ ടൂർണമെന്റ്സ് കളിക്കുന്ന ഒരുത്തനായിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അവൻ ഒരിക്കലും ആ ഒരു റൂള് പറയത്തില്ല. അപ്പം അങ്ങനെ നീ പ്രാക്ടീസ് ചെയ്യും. 1 വീക്ക് നിനക്ക് ഞാൻ ടൈം തരാം. 1 വീക്ക് കഴിയുമ്പോൾ തന്നെ നിനക്ക് ഞാൻ സ്ലോട്ട്സ് ചെയ്യാൻ ബുക്ക് ചെയ്ത് തരും. സോ റെപ്രസെന്റേഷനിൽ കയറി ചെന്ന് കളിക്കണം. ഇത് ജയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പൈസ നിനക്ക് ഞാൻ തരും. ജയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് മിനി ടൂർണമെന്റ്സ് ആയിരിക്കും. കൂടുതൽ ആൾക്കാരൊന്നും കാണത്തുന്നില്ല. 7-8 പേരെ ആൾക്കാരെ കാണത്തുള്ളൂ. മിഡിൽ ഈസ്റ്റ് ആയിരിക്കും. മോസ്റ്റ്ലി പാകിസ്ഥാനി പ്ലേയേഴ്സ് ആയിരിക്കും. നല്ല രീതിയിൽ പക്ഷാപാതം കാണിക്കും. അവന്മാർക്കെ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് തന്നെ മാക്സിമം നിന്റെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് പോലും വരാൻ പാടില്ല. വന്നാൽ ആ ഒരു ഒറ്റ പേര് നീ ഡിസ്ക്വാളിഫൈ ആവും. നീ ജയിച്ചെങ്കിൽ പോലും നീ ഡിസ്ക്വാളിഫൈ ആവും. ഓൾറെഡി ഈ ടൂർണമെന്റ്സ് നടത്തുന്നത് പാകിസ്ഥാനീസ് ആണ്. ഇതിനകത്ത് വരാൻ പോകുന്ന പ്ലേയേഴ്സ് പാകിസ്ഥാനീസ് ആണ്. ഇപ്പൊ TNT ടൂർണമെന്റ്സ് ആണെന്നുണ്ടെങ്കിൽ TNTയിലെ 2 പ്ലെയറെങ്കിലും അതിന്റെ ഫേമസ് ആണ്. ഇപ്പൊ ജോഡ് ടൂർണമെന്റ് ആണെന്നുണ്ടെങ്കിൽ മെസോഡ് ടൂർണമെന്റ്സ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ജോഡിനകത്ത് 2-3 പ്ലേയേഴ്സ് ആയാലും കാണും. സോ അവിടെ നീ ചെന്ന് കളിക്കുമ്പോൾ നിന്നെ അവര് സപ്പോർട്ട് ചെയ്യത്തില്ല. ഇപ്പൊ നിന്റെ ഭാഗത്തുനിന്ന് ഒരു മൈന്യൂട്ട് മിസ്റ്റേക്ക് വന്നെന്ന് പറഞ്ഞാൽ പോലും ആ പേരിൽ നീ ജയിച്ച മാച്ച് ആണെന്നുണ്ടെങ്കിൽ നിന്നെ അവർ ഡിസ്ക്വാളിഫൈ ചെയ്യും. ഇത് നോർമലി സംഭവിക്കുന്ന കാര്യമാണ്. നമുക്ക് അവിടെ അപ്പൊ സംസാരിച്ച് നമുക്ക് എതിർത്ത് നിന്നിട്ട് കാര്യമില്ല. കാരണം ഈ മിസ്റ്റേക്ക് നിന്റെ ഭാഗത്തുനിന്ന് വന്നതുകൊണ്ടാണ് ഡിസ്ക്വാളിഫൈ ചെയ്യുന്നത് പറഞ്ഞാൽ ഡിസ്ക്വാളിഫൈ ചെയ്യും. പിന്നെ ടൂർണമെന്റ്സ് ഞാൻ കയറുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരാം ടൂർണമെന്റ്സിന്റെ റൂൾസ് എന്തൊക്കെയാണ്. ഇതിപ്പോ ഞാൻ പറയുന്നത് TDMന്റെ ബേസിക് റൂൾസ് ആണ്. ടൂർണമെന്റിന് ഇനി റൂൾസ് ഉണ്ട്. ഇന്നത് ഉപയോഗിക്കാൻ പാടുള്ളൂ, ഇന്ന പൊസിഷന് എടുക്കാൻ പാടുള്ളൂ, ഇന്ന സാധനങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ, AWM തൊടാനേ പാടില്ല. AWM ഒക്കെ ചുമ്മാ നമ്മുടെ ഷോയ്ക്കാണെങ്കിലും എടുത്തു വെക്കും, ഉപയോഗിക്കത്തില്ലെന്ന് പറഞ്ഞുണ്ട്. പക്ഷെ അതിന്റെ ആ ലോങ്ങിന്റെ ഒരു ഇത് കാരണം നമ്മൾ ദൂരെ നിന്ന് ചിലപ്പോൾ അടിക്കുന്ന സമയത്ത് AWMന്റെ ബാരലായിരിക്കും അടി കൊള്ളുന്നത്. നമുക്ക് ഡാമേജ് കൊള്ളത്തില്ല. അപ്പൊ ആ ഒരു റീസൺ കൊണ്ട് അതൊന്നും ഉപയോഗിക്കേണ്ടെന്ന് അവർ പറയും. അപ്പം അങ്ങനെ കുറെ കാര്യമുണ്ട്. നീ എന്ത് ബാരൽ ഉപയോഗിക്കാമെന്നാണ് എനിക്ക് ഇതുവരെ മനസ്സിലാവാനേ. അതിപ്പോ യൂസ് ചെയ്തെങ്കിൽ അറിയത്തില്ലായിരുന്നു അറ്റാച്ച്മെന്റ്. ബാരലിന് ഡാമേജ് കൂടുതലാ. നീ എന്താണ് എടാ ഒന്നാമത്തെ കാര്യം, നീ ഇങ്ങനെ ടൂർണമെന്റ്സ് നോർമൽ ഇങ്ങനെ പ്ലേയേഴ്സിൽ കളിക്കത്തില്ലേ? കളിക്കുന്ന സമയത്ത് അവന്മാരുടെ M4 എടുത്തു നോക്കണം അവന്മാർ എന്ത് ഉപയോഗിക്കുന്നതെന്ന്. മോസ്റ്റ്ലി TDM കളിക്കുന്ന എല്ലാം ബാരലാണ് ഉപയോഗിക്കുന്നത്. ബാരൽ ഉപയോഗിക്കാതെ ആരും കളിക്കത്തില്ല. കാരണം എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് പീക്ക് ചെയ്ത് അടിക്കുമ്പോഴേ ഹെഡ് കയറാൻ സാധ്യത കൂടുതലാണ്. ബാരലിന് 2 പോയിന്റ് ഡാമേജ് കൂടുതലാണ്. കോമ്പൻസേറ്ററിന് 2-3 പോയിന്റ് ഡാമേജ് കുറവാണ്. 2-3 എന്തോ ആണ് കണക്കെന്തോ ഉണ്ട്.
അപ്പം അതുകൂടെ ചെക്ക് ചെയ്യുക. പിന്നെ കളിക്കുന്ന സമയത്ത് കുറച്ച് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. പുഷ് ചെയ്യുന്ന സമയത്ത് പുഷ് ചെയ്ത് കളിക്കുക, ഹോൾഡ് ചെയ്യുന്ന സമയത്ത് ഹോൾഡ് ചെയ്ത് കളിക്കുക. ഹോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഹോൾഡ് ചെയ്യുക. ഈ 15 സെക്കൻഡ് ഒക്കെ മാറി 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 കുറച്ച് ഹോൾഡ് ചെയ്യുക. പിന്നെ മാക്സിമം കയറി പോവാതിരിക്കുക. എനിമിയുടെ പൊസിഷൻ റിവീൽ അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അഗ്രഷൻ കാണിക്കാതിരിക്കുക. കാരണം ഒരു കില്ല് അവനാ ഇപ്പൊ നിന്റെ എനിമിയാണ് ആദ്യത്തെ ഒരു കില്ല് ടൂർണമെന്റ് എടുത്തതെന്ന് വെച്ചോ, പിന്നെ അവൻ ഒരു കാരണവശാലും ഓപ്പൺ ഫൈറ്റും എടുക്കാൻ പോകുന്നില്ല, പീക്ക് ഫൈറ്റും എടുക്കാൻ പോകുന്നില്ല. ഇങ്ങനെ മാറി 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 ഓടി 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 കളിച്ചുകൊണ്ടിരിക്കും. 20 സെക്കൻഡ് 20 സെക്കൻഡ് 20 സെക്കൻഡ് ഇങ്ങനെ ഓടി ഓടി കളിച്ചുകൊണ്ടിരിക്കും. കാരണം എന്താ വെച്ചാൽ അവൻ ലീഡാ, നിനക്കാണ് അവനെ പുഷ് ചെയ്യേണ്ടത്. നിനക്കാണെങ്കിൽ അവ ഹോൾഡ് ചെയ്തിരിക്കുന്ന സമയത്ത് നിനക്ക് അവനെ പുഷ് ചെയ്യാനും പറ്റത്തില്ല. അതുകൊണ്ട് ഫസ്റ്റ് കില്ല് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് കില്ല് കിട്ടിക്കഴിഞ്ഞാൽ ബാക്ക് ഓഫ് ചെയ്ത് പൊസിഷൻ പിടിച്ച് മാക്സിമം റൈറ്റ് ആംഗിൾ ഫൈറ്റ് എടുക്കുക. ലെഫ്റ്റ് ആംഗിൾ ഫൈറ്റ് എടുക്കേണ്ടി വന്നാൽ സ്ക്രീൻ ഷേക്ക് ചെയ്യുക. അവിടാണ് സ്ക്രീൻ ഷേക്കിന്റെ കൂടുതൽ പ്രയോജനം. ലെഫ്റ്റ് ആംഗിൾ ഫൈറ്റ് വന്നു കഴിഞ്ഞാൽ സ്ക്രീൻ ഷേക്ക് ചെയ്യുക. കാരണം മെസോട്ടിക്കിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവന്റെ ടൂർണമെന്റ്സ് അവന്റെ കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവനൊരു പ്രശ്നം വരാൻ പോകുന്നില്ല. നമുക്ക് പറഞ്ഞാൽ അങ്ങനെയല്ല, അവർ തുപ്പിത്തരും. നിഞ്ചയ്ക്ക് തന്നെ ബുക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇവനോട് ചോദിച്ചാൽ അറിയാം എത്ര തവണയെന്ന് അറിയാമോ കിണ്ടി കളഞ്ഞത്, എന്തൊക്കെ കാരണം കൊണ്ട്. അവനെ കിട്ടിക്കളഞ്ഞ വെക്കുന്നുണ്ടല്ലോടാ. എന്ന് വെച്ചാൽ അവന് ടൂർണമെന്റ് കളിക്കാൻ പോയി, വലിയൊരു ടൂർണമെന്റ് ആയിരുന്നു, അവൻ കളിക്കാൻ പോയി. പക്ഷെ അവൻ ജയിച്ച മാച്ച്, അവൻ നല്ല രീതിയിൽ ജയിച്ച മാച്ച് അവൻ എക്സിറ്റ് അടിച്ച് ഇറങ്ങി വന്നു. ടൂർണമെന്റ് അത് ടൂർണമെന്റ് റൂൾസ് ഉണ്ട്. ഇവൻ ഈ കളിച്ചിരുന്ന ടൂർണമെന്റിന്റെ ബിഗിനർ ലെവലിന്റെ അകത്ത് ഇവര് പറഞ്ഞിരുന്നു ആദ്യം ആരാണോ 8 കില്ല് എടുക്കുന്നത് അവർക്ക് എക്സിറ്റ് അടിച്ച് ഇറങ്ങി പോവാന്ന്. അവർ ജയിച്ചെന്ന് പ്രഖ്യാപിക്കാന്ന്. പക്ഷെ ഇവൻ രണ്ടാമത്തെ ലെവലിൽ ചെന്നപ്പോ അവര് റൂൾസ് മാറ്റി. അവിടെ ഇവൻ ആ റൂൾസ് കണ്ടില്ല. ഇവൻ 8 പോയിന്റ് അടിച്ചിട്ട് ഇവൻ എക്സിറ്റ് അടിച്ച് ഇറങ്ങി വന്നു. അങ്ങനെ എക്സിറ്റ് അടിച്ച് ഇറങ്ങി അവൻ ജയിച്ച മാച്ച് എക്സിറ്റ് അടിച്ച, കാരണം മറ്റവൻ 1 പോയിന്റ് എന്തോ ഉള്ളൂ, 8-1 അവൻ ജയിച്ച മാച്ച് ഇവൻ എക്സിറ്റ് അടിച്ച് ഇറങ്ങി വന്നതുകൊണ്ട് ഡിസ്ക്വാളിഫൈ ചെയ്തു. അങ്ങനെയും പ്രശ്നങ്ങളുണ്ട്. സോ ടൂർണമെന്റിന്റെ റൂൾസ് ഇപ്പൊ മിനി ടൂർണമെന്റ്സ് എന്ന് പറയുമ്പോൾ ഒറ്റ റൂളേ കാണത്തുള്ളൂ, അതിൽ കൂടുതൽ റൂൾസ് ഒന്നും ഇല്ല. അപ്പൊ അങ്ങനെ ഇത് നോക്കുക. എന്നെ കൊണ്ടൊക്കെ ഇത് പറ്റുമോ? പക്ഷെ ടൂർണമെന്റ് ഒക്കെ കളിക്കാൻ പറ്റുമോന്ന് ചോദിച്ചാൽ ഇങ്ങനെയാണ്, നീ പ്രാക്ടീസ് ചെയ്യും. ടൂർണമെന്റ്സ് ആണെന്നുണ്ടെങ്കിൽ പോലും മിനി ടൂർണമെന്റ്സ് എല്ലാം എടുത്തിരുന്നേ. പ്രാക്ടീസ് ചെയ്യും, ടൂർണമെന്റ്സും ഇതുപോലെ പ്രാക്ടീസ് ചെയ്ത് നോക്ക് എങ്ങനെയാണ് എന്താണ്. പിന്നെ തോറ്റു കഴിഞ്ഞാൽ ഒരു സീനും ഇല്ല, ഫോൾട്ട് മനസ്സിലാക്കുക, അത് പഠിക്കുക, അടുത്ത ടൂർണമെന്റ്സ് എടുത്തിട്ട് തരാം, കയറി കളി. ഞാൻ ലീഗൊക്കെ എടുത്ത് കൊടുത്തില്ല ടൂർണമെന്റ്. ലീഗ് ഒരു ദിവസം ടൂർണമെന്റ് എടുത്ത് കൊടുത്തില്ല. ഞാൻ ഇവനോട് പറഞ്ഞേ ഞാൻ നിനക്ക് ടൂർണമെന്റ് എടുത്തരാം, നീ കയറി കളിക്കുന്നു പറഞ്ഞു. എങ്ങനെയുണ്ടെന്ന് ചുമ്മാ പോയി നോക്കാൻ പറഞ്ഞു. അവൻ എവിടുന്ന് അടിപോലും വരുന്നെന്ന് അറിയത്തില്ല, മറ്റവൻ തന്നെ ഇരുന്ന് ചിരിച്ചോണ്ടിരിക്കുന്നത്. ആദ്യത്തെ കില്ല് അവൻ എടുത്ത് അവന് കോൺഫിഡൻസ് ആയി, രണ്ടാമത്തെ കില്ല് എടുത്ത് പിന്നെ അവന് മുതു കോൺഫിഡൻസ് ആയി, പിന്നെ അവൻ കയറി ഇവനെ അടിച്ചോണ്ടിരുന്നു. സോ നീ ചുമ്മാ കളിച്ചു നോക്ക് എങ്ങനെയുണ്ടെന്ന്, ഏതാണെന്ന് കളിച്ചു നോക്ക്. ടൂർണമെന്റ്സ് എന്തോരം എടുത്തിട്ട് തരാം ഒരാഴ്ച. അതിനുള്ളിൽ നീയെ ഗണ്ണിന്റെ കാര്യങ്ങൾ സെറ്റിംഗ്സ് എല്ലാം മാറ്റി, സ്ക്രീൻ ഷേക്ക് അൺനെസസറി മാറ്റി, മൂവ്മെന്റ്സ് അൺനെസസറി മാറ്റി, മാക്സിമം റൈറ്റ് ആംഗിൾ ഫൈറ്റ് ഹോൾഡ് ചെയ്തെടുത്ത് അങ്ങനെ ഒരു പ്രോപ്പർ ടൂർണമെന്റ് സ്റ്റൈൽ പഠിച്ചു നോക്ക്. ഞാൻ ഫുഡ് കഴിച്ചിട്ട് എനിക്ക് ഉറങ്ങാൻ പോകും. ഫുഡ് കഴിച്ചിട്ട് അത് നീ പോയിട്ട് ഉറങ്ങാൻ പോകുന്ന പറഞ്ഞാൽ ചിലപ്പോൾ ഉറങ്ങത്തില്ല, ചിലപ്പോൾ ഇപ്പൊ ഞാൻ കയറി തിരിച്ചു വരും. കഴിച്ചു കഴിയുമ്പോഴത്തേന് എനർജി കിട്ടിയേ തിരിച്ചു വരും. ഓ ശരി, നീ പോയി കളിച്ചെന്നാ, ഞാനൊന്ന് കഴിച്ച് സെറ്റായിട്ട്. റൂമായിട്ടുണ്ട് എന്നായിട്ട്.
Let's go. Cover me! Reloading! Blue team has scored for the
over, and the red team is in the lead. Cover me!
പോരളിയാ. എന്തായിട്ടാണ് ഇങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല. ഗവൺമെന്റ് ജോബ് വിട്ടേക്ക്. അത് വെറുതെയാണ്. അത് വിട്ടേക്ക്. വേറെ അതങ്ങനല്ല. അത് വെറുതെയാണ്. പറഞ്ഞു കഴിഞ്ഞിട്ട് തരോ?
ആക്ഷൻസ് ഉണ്ടായിരുന്നു. I need a weapon. Let's go. Cover me. Reloading.
and the red team is in the lead. Cover me! Marked a location. Cover me! Reloading! Down! Cover me! Reloading! Fire! Cover me! Reloading! Cover me! Reloading! Cover me! Reloading! Cover me! Reloading! Cover me! നായി Reloading! Cover me! Shot! Reloading! The red team leads with 30 seconds left.